ഹായ് സുഹൃത്തുക്കളെ, ഇന്നിതാ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ വരുന്നത്. ഞാൻ രാകേഷും കൂടി തന്നെയാണ് വരുന്നത്. നമ്മുടെ ഒരയ്ക്കമ്പാറ വാട്ടർഫോൾസിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് അയിരൂർ ജംഗ്ഷനിൽ കുറച്ച് മുമ്പായിട്ട് വേലമ്പടി എന്ന് പറഞ്ഞ ജംഗ്ഷനുണ്ട്. ആ വേലമ്പടി ജംഗ്ഷൻ്റെ റോഡിൻ്റെ മുകളിൽ കൂടി ഒരു അക്വഡക്റ്റ് കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അത് കുറേ നാളായിട്ട് അതിൻ്റെ മുകളിൽ കയറണം, ആ കാഴ്ചകളൊന്ന് കാണണം എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിരിക്കുകയായിരുന്നു. അപ്പം ഒന്ന് ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിക്കുന്നു. വേലമ്പടി അക്വഡക്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിലിങ്ങനെ നമ്മൾ മുന്നോട്ട് വരുമ്പോൾ അക്വഡക്റ്റിൻ്റെ ആ വാതായനങ്ങൾ നമുക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുകയാണ്. നമ്മൾ കയറുമ്പോൾ നമ്മളെ സത്യത്തിൽ കണ്ണഞ്ചിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. അത്രയ്ക്കും മനോഹരമായ സായാഹ്ന കാഴ്ചയാണിത്. സായാഹ്നത്തിൽ മഴ പെയ്ത് കിടക്കുന്ന അക്വഡക്റ്റിൻ്റെ ആ പ്രകൃതിയുടെ ഭംഗി നമുക്കിവിടെ നിന്ന് ആവോളം ആസ്വദിക്കാൻ പറ്റും. അത് നമ്മളിങ്ങനെ ഇങ്ങനെ ഈ പാലത്തിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് സഞ്ചാരികളൊന്നും ഇവിടെ ഇല്ല. നമുക്ക് വലിയ വാഹനങ്ങളൊന്നും ഇതിൽ ഓടത്തില്ല എന്നതുകൊണ്ട് തന്നെ ഒരുപാട് പക്ഷേ ഗ്രാമീണരായിട്ടുള്ള കുറച്ച് കുട്ടികളൊക്കെ, കുറച്ച് ആൾക്കാരൊക്കെ ഇവിടുത്തെ പ്രകൃതി ഭംഗിയും ഈ സായാഹ്ന കാഴ്ചകളും ആസ്വദിക്കാൻ വേണ്ടി ഇതിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണുക, അവരെ നമുക്കൊന്ന് രണ്ട് പേരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. അപ്പം ഈ അക്വഡക്റ്റിൻ്റെ കാഴ്ചകൾ എങ്ങനെയുണ്ട് എന്ന് നിങ്ങളൊന്ന് പറയുക. കഴിവതും വരാൻ ഇതിലെ അയിരൂർ ഭാഗത്തേക്കൊക്കെ വരുന്നവർ ഉറപ്പായിട്ടും വന്ന് കാണുക. ഇപ്പം ഈ സായാഹ്നത്തിൽ ഇവിടെ വരുന്നതാണ് ഏറ്റവും മനോഹരമായ കാഴ്ച കിട്ടുന്നത്. ഏതെങ്കിലും ഒരു വാട്ടർഫോൾസ് ഒക്കെ കണ്ടിട്ട് തിരിച്ചു വരുമ്പോൾ തീർച്ചയായും നമുക്ക് ഇവിടേക്ക് വരാവുന്നതാണ്. ഈ നമ്മുടെ എന്തുവാ വാഴക്കുന്നിട്ട് പമ്പയാറിന് മേളിൽ അതെവിടാ റോഡ് ഇവിടെ വലിയ വാര വണ്ടി പോകുന്നു, വണ്ടിയൊക്കെ പോകും. പക്ഷേ വലിയ വണ്ടിയൊന്നും പോകുന്നില്ല. അതിൻ്റെ താഴെ ചായക്കട അതെ ചായക്കട അവിടെ കയറാൻ വേണ്ടിയാണ്. ലവ് ടു ടൗസൻ പേരെന്തോ? ഇവിടെയാണോ വീട്? വലിയ സായാഹ്നം ആസ്വദിക്കുന്നുണ്ട്. നമ്മളന്ന് പോയ വാക്കിംഗ് കിട്ടുന്നൊക്കെ പോയി പേര് അപ്പം ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോ. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട്